ഒരു ഹൈപ്പർ റേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എമർജൻസി ആയിട്ടുള്ള വീടുകൾ കണക്കാക്കേണ്ട. ചെൽസി റെസിഡൻസിന്റെ സെക്കൻഡ് ഫേസ് ലോഞ്ച് ചെയ്യാൻ പോവാണ്. 24 മണിക്കൂർ മാത്രം സമയമുള്ളൂ. ഫസ്റ്റ് ഫേസിൽ 250 യൂണിറ്റ് ഒരു 3 മണിക്കൂർ വിറ്റുപോയ പ്രൊജക്ടാണ് ചെൽസി റെസിഡൻസ്. ഇതിലാകെ 355 യൂണിറ്റ് മാത്രമേ ഉള്ളൂ. ഇതിൽ നമുക്ക് ഓൾമോസ്റ്റ് ഇഒ എല്ലാം ആയിന്നാ പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് 24% റെഡി ആയിട്ട് എടുക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ പ്രോഫിറ്റ് എടുക്കാൻ പറ്റൂ. ഇത് എന്തുകൊണ്ട് ഇത്രമാത്രം പൊട്ടൻഷ്യൽ പറയാൻ വേറെ ഒന്നുമല്ല. ഇത് ലൊക്കേഷൻ ദുബായ് മാറ്റൻ സിറ്റിയിലാണ്. ദുബായ് മാറ്റൻ സിറ്റി ദുബായ് വൺ ഓഫ് ലാസ്റ്റ് ലാൻഡ് പാർക്സ്, അതായത് കോസ്റ്റ് ലൈനിലെ ലാൻഡ് പാർക്സ് ആണ്. നമുക്കിപ്പോ ഒരു സീ ഫ്രണ്ട് ആയിട്ട് ലൊക്കേഷൻ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇതുപോലത്തെ സീ ഫ്രണ്ട് ലൊക്കേഷൻ ഇൻവെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ പാം ജബലി അല്ലെങ്കിൽ ദുബായ് ഐലൻഡ് അല്ലെങ്കിൽ മാറ്റൻ സിറ്റി, ഈ ഓപ്ഷൻ മാത്രമേ നമുക്കുള്ളൂ. പാം ജബൽ എല്ലാവരും അൾട്രാ ലക്ഷറി ലൊക്കേഷൻ ആണ്. ദുബായ് ഐലൻഡ് പറഞ്ഞ ഭയങ്കര വലുതായിട്ടുള്ള ഒരു ലാൻഡ് പാർസൽ ആണ്. ബട്ട് ലിമിറ്റഡ് ആയിട്ടുള്ള ലൊക്കേഷൻ പറഞ്ഞ മാറ്റൻ സിറ്റി ആണ്. അത് ലിമിറ്റഡ് സപ്ലൈ മാത്രമുള്ള ഹൈ ഡിമാൻഡ് ഫ്യൂച്ചറിൽ കിട്ടാവുന്ന പ്രൊജക്ട് ആണ്. 2029 ഇതിന്റെ ഹാൻഡ് ഓവർ വരുന്നത്. നമുക്ക് 4 വർഷത്തെ സമയമുണ്ട്. 24% ഡൗൺ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ ബാക്കി ഈ 4 വർഷം 40 മാസം മന്ത്ലി 1% മാത്രം ഒരു ബുള്ളറ്റ് പേയ്മെന്റ് ഒന്നുമില്ല. 60-40 പേയ്മെന്റ് വരുന്നത്. 40% കിട്ടുകൊണ്ട് ഓൺ ഹാൻഡ് ഓവർ പേ ചെയ്യാനുള്ള കാര്യമുള്ളൂ. സോ ഈ ഒരു പ്രൊജക്ട് എന്തുകൊണ്ട് ഇത്ര മാത്രം പഠിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ചെൽസി ഫുട്ബോൾ ക്ലബിന്റെ ലോകത്തിന്റെ ആദ്യത്തെ ഒരു റെസിഡൻഷ്യൽ കോംപ്ലക്സ് ആണ് ഈ പ്രൊജക്ട് വരുന്നത്. സോ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും എടുത്ത് പറയുന്നത്, ഇനി നിങ്ങൾക്ക് എടുക്കാൻ പറ്റി, നിങ്ങൾക്ക് ഒരു ഫുൾ ആയിട്ട് ഇതിന്റെ എമൗണ്ട് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് ട്രസ്റ്റബിൾ ആയിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സ് ആയിട്ട് നിങ്ങൾ ജോയിൻ ചെയ്തിട്ട് പ്രോഫിറ്റ് എടുത്താൽ പോലും നിങ്ങൾ ലൈഫ് എടുക്കുന്ന ഒരു നല്ല തീരുമാനമായിരിക്കും. സോ നിങ്ങൾക്ക് ഒരു പ്രൊജക്ട് അല്ലെങ്കിൽ പ്രോഫിറ്റ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ഞാൻ വിശദമായിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം. നമുക്ക് നേരിട്ട് സംസാരിക്കാം. ഓക്കെ, ടേക്ക് കെയർ, ബൈ.